ഞാൻ ഈ ക്യൂട്ട്നെസ് വാരി അറിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോവാന്നല്ലേ നിങ്ങൾ ഈ ചിന്തിക്കുന്നത്? ഞാനേ ആദ്യമായിട്ട് ബീച്ച് കാണാൻ പോവാ. അതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളു എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ കുറെ നേരെ ഞാനിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് സ്ഥലം ഇപ്പത്തും പറഞ്ഞ് നോക്കി നോക്കി ഇരിക്കുക. എന്നിട്ട് ഇവിടെ കുറെ നേരായി. ഇവരാണേലോ എന്റെ വൈബിനൊത്ത് പാട്ടും വെക്കണില്ല. എനിക്കാണേലും ബോറടിച്ചും വയ്യ. എന്താ അപ്പൊ ചെയ്യാ? ഹാ, താഴെ ഒരു ബോട്ടിൽ കിടപ്പുണ്ടല്ലോ, അതെടുത്ത് കളിച്ചാലോ? ഇവിടെയൊക്കെ മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ആ ബോട്ടിലെടുത്ത് കളിക്കുന്നതാ. ഉം, കുറച്ചു നേരം കൂടെ ക്ഷമിച്ച് നോക്കിയാലോ? വേണ്ട, അതെടുത്ത് കളിക്കാം, അതാ നല്ലത്. മാപ്പ് നോക്കി റൈറ്റും ലെഫ്റ്റും പറയാൻ അറിയാത്ത ഇവരുടെ കൂടെ ബീച്ച് കാണാൻ അറിഞ്ഞ എനിക്ക് എന്തിന്റെ കേടായിരുന്നു ദൈവമേ. ഫൂ. അങ്ങനെ നീണ്ട കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങള് ബീച്ചിലെത്തി. ഈ ബീച്ച് കാണുമ്പോ എനിക്ക് നല്ലൊരു പാട്ട് പാടാനാ തോന്നുന്നത്. കാറ്റേ നീ വീശരുതിപ്പോ, കാറേ നീ പെയ്യരുതിപ്പോ, ആരോമൽ തോളിൽ എൻ്റെ ജീവനിരിപ്പോ. ഇതിപ്പെന്നെ തൂക്കി ഇവരെങ്ങോട്ടേക്കാ പോകുന്നത്? അയ്യോ, എന്നെ താഴെ ആൾക്കാനാണോ? എനിക്ക് പേടിയാത്താ, വേണ്ടാത്താ. ഞാൻ ബീച്ച് കാണണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലേ. എന്റെ പൊന്ന് നാട്ടുകാരെ, എന്നെ രക്ഷിക്കണേ, ഇവരെന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാം മോണേ. എനിക്ക് വെള്ളം കണ്ടാ പേടിയാണേ. നാട്ടുകാരെ ഓടിവായോ, എന്നെ രക്ഷിക്കണേ. ഈ പൊട്ടന്മാരെന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുവേ, രക്ഷിക്കണേ. നാട്ടുകാരെ ഓടിവായോ. ഇറങ്ങൂലടാ, ചത്താലും ഞാൻ ഇറങ്ങൂല. അങ്ങനെ വഴിക്ക് വാ. ഇതുപോലെ എന്നെ എടുത്ത് ഇങ്ങനെ കാഴ്ചകൾ കാണിച്ചോ, എനിക്ക് അതാണ് ഇഷ്ടം. അല്ലാതെ എന്നെ വെള്ളത്തിൽ കറക്കി കൊല്ലാൻ നോക്കുക.